വേദിക നമ്പ്യാറിൻ്റെ ഈ ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീം ഞാൻ വീട്ടിൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 വീക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടോ അല്ലെങ്കിൽ സ്കിൻ ലൈറ്റൺ ആവുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത്. എങ്ങനെയാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കണമെന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു പാക്ക് ഈ ഒരു നൈറ്റ് ക്രീം പോലെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗ്ലോ ആണ് കേട്ടോ ഈ ഒരു ക്രീം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതും പക്ഷെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കും കൂടിയാണ് കേട്ടോ. ഇത് നൈറ്റ് ക്രീമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ 1 വീക്കായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്കിൻ ഒന്ന് ഗ്ലോ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൺ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നൈറ്റ് ക്രീമൊക്കെ നിങ്ങൾ കെമിക്കൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല, വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ക്രീമാണ് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു നൈറ്റ് ക്രീം തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഈ ഒരു പാക്ക് ലൈറ്റനിങ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉലുവയാണ് കേട്ടോ വേണ്ടത്. ഉലുവൻ്റെ ഗുണങ്ങൾ, ഉലുവൻ്റെ പാക്കുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഉലുവ കുറച്ച് കൂടുതൽ എടുക്കുക, എന്നാലാണ് പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുക്കുന്ന വേണ്ട, കുറച്ച് ഇതുപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തിളച്ച് കുറച്ച് വറ്റി വരുന്ന പോലെ ആവണം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടിയായാലും കുറച്ച് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് തിളച്ച് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ആക്കിയാലാണ് ആ ഒരു അതിൻ്റെ ഗുണങ്ങളും നമുക്ക് അതിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അത് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് അത് അങ്ങനെ വറ്റി വരുന്ന പോലെ നമ്മളൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് ഇതുപോലെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് അരിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അരിച്ചെടുത്തിലേക്ക് നമ്മൾ അതിൽ പറഞ്ഞത് അലോവേര ജെൽ ആഡ് ചെയ്യാനാണ്. വീട്ടിൽ നമ്മൾ കിട്ടുന്ന സാധാരണ അലോവേര ഇല്ലേ, അത് നമുക്ക് അതിലും ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു ക്രീമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ അലോവേര ജെൽ വേണം. ഈ ഒരു ബ്രാൻഡിൻ്റെ ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം ഈ ഒരു അലോവേര ജെല്ല്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും അലോവേര ജെല്ല് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ക്രീമിൻ്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് സ്കിൻ ലൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത്. ഇത് ഞാൻ 1 വീക്കായി ട്രൈ ചെയ്യണം. നല്ല റിസൾട്ട് ഉണ്ട്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മഞ്ഞ കളറൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു നൈറ്റ് ക്രീമായിട്ടൊരു നിങ്ങൾക്ക് അരമണിക്കൂർ തേച്ചിട്ട് കഴുകിക്കളയാം, അല്ലെങ്കിൽ രാവിലെ വരെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഡെയിലി യൂസ് ചെയ്താൽ എനിക്ക് തോന്നുന്നു നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ പാടുകളും സൺ ടാനും എല്ലാം മാറ്റി സ്കിൻ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ.